ലോകം ഏറ്റവും വലിയ യുദ്ധം അതിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും യു പിയിലെ സർക്കാർ യോഗി ആദിത്യനാഥ് ഇപ്പോൾ അവിടെ ഒരു കേസ് എടുത്തിരിക്കുന്നു. ബിരിയാണി കേസാണ്. ആളുകളെ ജാമ്യമില്ലാതെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. ഗംഗാനദിയിൽ ബോട്ടിൽ വെച്ച് ഇഫ്താർ നടത്തി എന്നതാണ് കേസ്. ഇഫ്താർ നടത്തി മാംസാഹാരം കഴിച്ചു. എന്തൊക്കെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ആളുകളെ ജയിലിൽ അടച്ചിരിക്കുന്നത്? കേസുകൾ അലഹബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ മുമ്പിൽ എത്തുന്നത് ഇപ്പോൾ യോഗി ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. കാരണം അവർക്കറിയാം, ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ മുമ്പിലെത്തിയാൽ യോഗിയെ ഭരണഘടനയുടെ പാഠങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പിൽ 2 കേസുകൾ ക്ലാസിക് എക്സാമ്പിളാണ്. വർഗീയ വിഭജനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കേസുകളായിരുന്നു. ആ കേസുകളിൽ ജസ്റ്റിസ് അതുൽ ശ്രീധർ വ്യക്തമായ നിലപാടെടുത്തു. സംഭാലിലെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ അനുവാദമുള്ളത് 20 പേർക്ക് മാത്രമാണ്. സ്വാഭാവികമായും റമദാൻ മാസത്തിൽ കൂടുതൽ ആളുകൾ പ്രാർത്ഥനയ്ക്കെത്തി. ആദിത്യനാഥിൻ്റെ പോലീസ് ക്രമസമാധാന പ്രശ്നമായി അത് അവതരിപ്പിച്ചു. കേസായി കോടതിയുടെ മുമ്പിലെത്തി. 20 ആളിൽ അധികം പ്രാർത്ഥനയ്ക്കെത്തിയാൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകും. ഇതാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. ജസ്റ്റിസ് അതുൽ ശ്രീധരൻ, ജസ്റ്റിസ് സിദ്ധാർത്ഥ നന്ദൻ ഉൾപ്പെടെയുള്ള ബെഞ്ച് പുറപ്പെടുവിച്ച വിധി ഇപ്രകാരമായിരുന്നു: എല്ലാ സാഹചര്യത്തിലും നിയമവാഴ്ച ഉറപ്പാക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. മതവിശ്വാസികളുടെ എണ്ണം ക്രമപ്രശ്നമുണ്ടാക്കും എന്ന് പറയുന്ന ജില്ലാ കലക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും 2 വഴിയുണ്ട്. ഒന്നുകിൽ രാജിവെക്കുക, അല്ലെങ്കിൽ സംഭാലിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങുക. സമാധാനപരമായി ആരാധന നിർവഹിക്കാൻ ഏത് സമുദായത്തിനും സാധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല സർക്കാരിൻ്റെതാണ്. ഭരണഘടനയുടെ മൂല്യങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ, ചുമതലകൾ ഇവയൊക്കെ കൃത്യമായി യോഗി ആദിത്യനാഥിനെ പഠിപ്പിക്കുകയായിരുന്നു ജസ്റ്റിസ് അതുൽ ശ്രീധരൻ. ഇതേ സമയത്ത് തന്നെയാണ് ബറേലിയിലെ ഹസീം ഖാൻ്റെ ഒരു കേസും ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ മുമ്പിലെത്തുന്നത്. എന്താണ് കേസ്? ഹസീം ഖാൻ തൻ്റെ ടെറസിൻ്റെ മുകളിൽ, തൻ്റെ വീടിൻ്റെ മുകളിൽ ആരാധന നിർവഹിക്കുന്നു, നിസ്കരിക്കുന്നു. പരാതിയുമായി ആളുകളെത്തി. ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ച് നിസ്കരിക്കുന്നത് പോലീസ് തടയുകയും എന്നെ കസ്റ്റഡിയിലെടുക്കുകയും വീട് ഇടിച്ചു നിരത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ പരാതിയുമായിട്ടാണ് കോടതിയെ ഹസീം ഖാൻ സമീപിക്കുന്നത്. എന്താണ് ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ വിധി? ജസ്റ്റിസ് സിദ്ധാർത്ഥ നന്ദനും ഉൾപ്പെടെയുള്ള ബെഞ്ച് ഈ കേസിൽ നിർണായകമായ വിധി പുറപ്പെടുവിച്ചു. 24 മണിക്കൂറും ഹസീം ഖാന് സായുധ സേനയുടെ സംരക്ഷണം നൽകണം. അദ്ദേഹത്തിൻ്റെ വീടിനോ സ്വത്തിനോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സർക്കാരിൻ്റെ ഒത്താശയോടെ നടന്നതാണെന്ന് കോടതി വിധിയെഴുതും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബിരിയാണി കേസ് ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് ജസ്റ്റിസ് അതുൽ ശ്രീധരനെ അപ്രധാനമായ കേസുകൾ എടുക്കാൻ വേണ്ടി കുടുംബ കേസുകളും വഴക്കുകളും ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നു.